നമുക്കിന്നൊരു പനീറിൻ്റെ ഡിഷ് ഉണ്ടാക്കാം. ഷാഹി പനീറാണ്, പക്ഷെ അതൊരു കേരള സ്റ്റൈലാണ്. കാരണം ഇത് വെളിച്ചെണ്ണയാണ്. സാധാരണ എല്ലാവരും പറയും നോർത്ത് ഇന്ത്യൻ ഡിഷിന് പിന്നെ പനീറിൻ്റെ ഒക്കെ വെളിച്ചെണ്ണ ഒഴിക്കരുത്. പക്ഷേ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ. അതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കൽ കുഴപ്പമൊന്നുമില്ല. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ. കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്. പനീർ ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതിലൊക്കെ കാണാൻ പറ്റുന്നറിയില്ല. മെൽറ്റായി വന്നിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി. ഇനി നമുക്കതിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, പട്ട, പിന്നെ നമ്മുടെ കുറച്ച് കശുവണ്ടി, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ജസ്റ്റ് അത് കൊടുക്കാം. അത് കഴിഞ്ഞ് സവാള ഒന്ന് പിന്നെ ഇളക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ഇടാം. അതിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മസാല, ഗരം മസാല ഇടുന്നുണ്ട്. ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കും. ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ചൂടാറി കഴിയുമ്പോൾ അരച്ചെടുക്കുക. ആയിട്ടുണ്ട്. ഇനി ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയിട്ട് നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഇടുന്നുണ്ട്. അത് പാത്രം സ്റ്റീലായതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ ചൂട് ആവും. അത് വെൽറ്റായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന അത് അരപ്പ് ചേർക്കാം. മെൽറ്റായിട്ടുണ്ട്. അരപ്പ് ഇതാ. കുറച്ച് വെള്ളം ചേർത്താട്ടോ അരച്ചിട്ട്. ജാറിൽ കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും തിക്നെസ് ഉണ്ട്. നമുക്ക് അതിലേക്ക് പനീറിടാം. വീഡിയോ ഞാൻ തന്നെ എടുക്കണേൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പനീറിട്ട് നന്നായിട്ട് തിളച്ചിട്ട് മല്ലിയിലിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ മസാല ഷാഹി പനീറായി. പിന്നെ കസ്തൂരി മേത്തിയൊക്കെ ഇടാം. ഇപ്പോൾ കസ്തൂരി മേത്തി ഇല്ല. പിന്നെ ഇവിടെ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി മല്ലിയിലിടാം. അതായിട്ടുണ്ട്. ഞാൻ അത്രയും വെള്ളം ചേർത്തിട്ടും എന്താ നല്ല ഇതുണ്ട്. മല്ലിയില ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നാണ് മുറിച്ചിട്ട്. അതാണ് അങ്ങനെ ചൂടാകുമ്പോൾ ശരിയായിക്കോളും. എന്താ നമ്മുടെ ഷാഹി പനീർ കേരള സ്റ്റൈൽ റെഡി. വെളിച്ചെണ്ണ ചേർത്തോണ്ടാണ് കേട്ടോ കേരള സ്റ്റൈൽ പറഞ്ഞത്. ഇനി ഇതിന് ക്രീമൊക്കെ ആഡ് ചെയ്യാം. വേറൊരു സാധനം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പഞ്ചസാര. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്താ ഇവിടെ പനീർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗ്രേവി കുറച്ചാക്കിയില്ലെങ്കിലും ഉണ്ടല്ലോ പനീർ പിള്ളേർ
കോരി കഴിക്കും. അപ്പോൾ എന്തെങ്കിലും വേണ്ടേ കറിയിൽ, അപ്പോൾ അതാണ് കുറച്ച് ഗ്രേവിയാക്കി. നമ്മുടെ കേരള സ്റ്റൈൽ ഷാഹി പനീർ റെഡി. ബാക്കാത്തവരൊന്നും ആക്കി നോക്കണേ. ഫ്രഷ് ക്രീം വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. അതാ ഷാഹി പനീർ റെഡി അല്ലേ? ഇന്ന് ലഞ്ചൊന്നും വേണ്ട, പരീക്ഷയാണ്. ഉച്ചക്ക് വന്നാൽ മതി. ഉച്ചയ്ക്ക് വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി കഴിക്ക്. ഇന്ന് ഹിന്ദിയാണ്. അപ്പം എങ്ങനെയുണ്ട് ഷാഹി പനീർ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? മുഴുവൻ കഴിക്കണേ.